അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡിലായിട്ട് നമ്മളുള്ളത്. അതൊരു 12:15 രാത്രി 12:15 കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങി 164 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ഉള്ളാൾ മക്കാമിലെത്താൻ. ഇപ്പം ഞങ്ങൾ എത്തിയത് സുബഹിക്ക് മുമ്പ് 4:25 സമയം തലപ്പാടിയിലാണ്. കർണാടക ബോർഡറാണ്. ഇവിടുന്ന് നമുക്ക് ബസ് മാറണം. അതായത് നമ്മളെ ബസ് കടത്തി വിടും, പക്ഷേ എത്ര റുപ്യ കൊടുക്കണം? നല്ല ചാർജ് കൊടുക്കണം. 10-18 റുപ്യ എക്സ്ട്രാ കൊടുക്കണം. ഇതാകുമ്പോൾ ഓരോ ബസ്സാകുമ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് 5500 റുപ്യക്കാണ്. അത് 6000-7000 ഒക്കെ പറഞ്ഞ ബസ്സാരുണ്ട്. ഏതായാലും 4:25 അരക്ക് അവിടുന്ന് പുറപ്പെട്ട് 4:45 ആയപ്പോൾ നമ്മൾ ഉള്ളാൾ മക്കാമിലെത്താണ്. ഒരു 20 മിനിറ്റിൻ്റെ ദൂരം. ഇവിടെ വെച്ച് നമുക്ക് ഇനി ആദ്യം ഫ്രഷ് ആവാനുണ്ട്. ഇവിടെ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഫ്രഷ് ആയിട്ടേ ബാക്കിയുള്ള പരിപാടി. റാഫിസ്ഥാനും കോൾഗേറ്റ് കൊടുക്കി, ബ്രഷും കൊടുക്കി, ഇല്ലോല് ബ്രഷും കൊടുക്കി. മാസേ ഇത്ര പെട്ടെന്ന് പല്ല വെച്ചോ? ഇതേതാണ്? മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ ഒരു മഹാന്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. അതായത് 400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനവർ മദീനയിൽ നിന്ന് ഇവിടെ എത്തിയതാണ് എന്നാണ് ചരിത്രം. അതും എങ്ങനെ? പരന്നു കിടക്കുന്ന സമുദ്രത്തിന് മുകളിലൂടെ ഒരു നിസ്കാരപ്പടം വിരിച്ച് അതിലായിരുന്നു യാത്ര ചെയ്തിട്ട് അവിടെ എത്തിയത് എന്ന്. അതൊക്കെ മഹാന്റെ കറാമത്തുകൾ പറയുമ്പോൾ പറയേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. ഏതായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അജ്മീറിലെ ഹാജാ തങ്ങളെ ഉറൂസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംബന്ധിക്കുന്ന ഉറൂസ് ഈ ഉള്ളാൾ മക്കാമിലെ ഉറൂസാണെന്നുള്ളതാണ്. സമാപനത്തിന് എത്തുന്ന എല്ലാ ജനങ്ങൾക്കും നല്ല ആട്ടിറച്ചിയും നെയ്ച്ചോറും വിതരണം നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ഉറൂസിനൊക്കെ പോരേണ്ടി എല്ലാവരും. അപ്പം അങ്ങനെയൊക്കെയാണ്. അവനെയും ചരിത്രങ്ങൾ വിശാലമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ തന്നെയാണ് മഹാനായ നമ്മുടെ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ ഉസ്താദ് കൂടിയായ മുഹൈദ്ദീൻ ബാവ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ഉള്ളത് ഈ ഉള്ളാൾ ദർഗയിൽ തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടുന്ന് ഒരു 6:30 യാത്ര തിരിക്കുകയാണ് ഉള്ളാൾ മഖാമിൽ നിന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇപ്പോൾ തലപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബസ്സിലേക്ക് മാറി കയറണം. ഇനി ഇൻഷാ അല്ലാഹ് ഖലീൽ തങ്ങൾ ഉപ്പാപ്പയുടെ ജ്യേഷ്ഠ സഹോദരനായ പൊസൂട്ട് തങ്ങളെ മക്കാമിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇത് റാഫി ഉസ്താദ്, ബദർ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, സൈഡിൽ സൂരി ഉസ്താദ്, നടുവിൽ നമ്മുടെ ബസ്. അതെന്തോ ആവട്ടെ, അതെല്ലാം ഇവിടെ വിഷയമുള്ളത്. ഇൻഷാ അല്ലാഹ് പൊസൂട്ട് തങ്ങളെ മക്കാമിലേക്ക് ഇവിടെ സ്ഥാപനത്തിൽ വന്ന് തങ്ങൾ ഉപ്പാപ്പാന്റെ ആശീർവാദം വാങ്ങി ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്ന തങ്ങളുപ്പാപ്പയാണ്. അടുത്ത കാലത്താണ് വഫാത്തായിപ്പോയത്. 10 വർഷമായിട്ടുള്ളൂ. 10ാമത്തെ ആണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞത്. അല്ലാഹു തആല തങ്ങളുപ്പാപ്പാനൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ. എൻ്റെ കൂട്ടുകാരനാണത്. ഇവിടുത്തെ മുദരീസാണ്. ഇപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടാണ് ലൊക്കേഷൻ വിട്ടുന്നത്. ഞങ്ങൾ റൂട്ടൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി തരുന്നത്. തൊയ്യിബ് സയ്യിദ് ഉസ്താദ് കുന്നുപുറത്തുള്ള ആൾ, നമ്മളെ വേങ്ങര കുന്നുപുറത്തുള്ള ആളാണ്. എൻ്റെ ജൂനിയറായിട്ട് അലിസാൻ ഉണ്ടായിരുന്നു. അള്ളാഹു അപ്പൊ അള്ളാഹു താല ഇൽമില് ബർക്കത്ത് ഏറ്റി കുടുംബത്തിൽ അള്ളാഹു താല ഖൈറും ബർക്കത്ത് ഏറ്റി. മഖാമത്തിന്റെ മഹാനവരുടെ തവസ്സുൽ ബെയ്ത്ത് അറബിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മഹാനവരുടെ കോളേജായ മലഹർ എന്ന് പറയുന്ന പ്രശസ്തമായ കോളേജ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിലെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട താജു ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലക്ക് വീഡിയോയിലെ ഒരു ഉസ്താദിനെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു പറച്ചിൽ റസൂലുള്ളാഹി എപ്പോഴും അങ്ങനെ പറയുള്ളൂ, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയുന്ന ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠനാണ്, വലിയ ആശിഖ് റസൂലാണ് ബഹുമാനപ്പെട്ട ശരിയ അലിക്കുഞ്ഞി ഉസ്താദ്. താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. ആ ഉസ്താദിന്റെ ഹദറത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മളൊരു 10 കിലോമീറ്റർ ഓടിയാല് എത്തുന്നത്. അങ്ങനെ നമ്മൾ ഉസ്താദ് പറഞ്ഞ പോലെ താജു ശരിയ ഉസ്താദിന്റെ മക്കാമിനടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു ലത്തീഫി ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് കാണാൻ കഴിയും. അതിന് നേരെ അപ്പുറത്ത് GHS ഷെറിയ
സ്കൂള്. ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള റോഡിലൂടെ കുറച്ചങ്ങ് പോയാൽ മഹാനവറുടെ മക്കാമിലെത്താൻ കഴിയും. മഹാനായ ഷെറിയ ഉസ്താദ് 1935 മാർച്ചിലാണ് ജനിക്കുന്നത്. അവിടുത്തെ 86-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. വലിയ ആശിഖുർ റസൂലായിരുന്നു മഹാനവറുകൾ. അങ്ങനെ ഷെറിയ ഉസ്താദിന്റെ മക്കാമൊക്കെ സിയാറത്ത് ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര കാസർഗോഡ് മാലിക് ദീനാർ മസ്ജിദിലേക്കാണ്.